ഇന്നലെ രാത്രി എത്തിയ വാർത്തയായിരുന്നു. പാലക്കാട് ചിറ്റൂരിൽ കാറിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം. ആ അപകടത്തിൽ പരിക്കേറ്റ 3 പേർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും മകന്റെയും നില ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അതിൽ അമ്മയുടെയും മകന്റെയും നില ഏറ്റവും ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതർ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? മനു, പാലക്കാട് അപകടത്തിൽ ഇന്നലെ വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാർ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായി അമ്മയും മക്കളുമായി പുറത്തു പോകുന്നതിനെ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരുന്നു കാറിൻ്റെ പിൻഭാഗത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും കാർ മുഴുവനായി ആളിക്കത്തുകയും ചെയ്തത്. പിൻഭാഗത്തെ സീറ്റിലുണ്ടായിരുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റത്. ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മയ്ക്കും വളരെ ഗുരുതരമായി പൊള്ളലേറ്റു. ഇതിൽ അമ്മയുടെയും മകൻ്റെയും സ്ഥിതിയാണ്, അമ്മയ്ക്കും മകനുമാണ് ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റിട്ടുള്ളത്. പാലക്കാട് നിന്നും ഇവരെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നതിന് കാരണം എറണാകുളം മെഡിക്കൽ സെൻ്ററിലാണ് ഏറ്റവും അല്ലെങ്കിൽ അവർക്ക് പാലക്കാട് നിന്ന് ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന ഒരു ബേൺ ICU ഉള്ളത്. അപ്പോൾ ബേൺ ICUവിലെ സൗകര്യം കണക്കിലെടുത്താണ് എറണാകുളത്തേക്ക് മാറ്റിയത്. രാത്രി ഒരു 10 മണിയോടുകൂടി എല്ലാവരെയും എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും രാത്രി വൈകി ഒരു കുട്ടിയെ കൂടി അങ്ങനെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ അമ്മയും മക്കളും എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ബേൺ ICUവിൽ ചികിത്സയിലാണ്. ഇതിൽ അമ്മയുടെയും മകൻ്റെയും അവസ്ഥ വളരെ ഗുരുതരമാണ്. എന്ന് വെച്ച് മറ്റുള്ളവരുടെ ഗുരുതരമല്ല എന്നല്ല, എല്ലാവർക്കും വളരെ കാര്യമായി തന്നെയാണ് പൊള്ളലേറ്റത്. ഈ പൊള്ളലിൻ്റെ ചികിത്സ അത് വിദഗ്ധ പരിശോധന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകി വരികയാണ്. ഇന്ന് രാവിലെയും ഡോക്ടർമാർ കൂടുതൽ കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. മകന് വളരെയധികം പൊള്ളലേറ്റിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള അവരുടെ സമീപവാസികൾ തന്നെ പറഞ്ഞ വാർത്തകൾ അല്ലെങ്കിൽ പറഞ്ഞ വിവരങ്ങൾ വെച്ച് നമുക്കറിയാവുന്നത് ഇവർക്ക് ഈ മകന് വളരെയധികം 2 കൈകളിലും കാലുകളിലും ഒക്കെ അത്രയധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ്. ഈ അമ്മയ്ക്കും അമ്മയുടെ ഒരു വശം, ഒരു മുഖത്തിൻ്റെ ഒരു വശം, കൈയും 2 കൈകളും ഒക്കെ വളരെയധികം പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം ആണ് വളരെയധികം പൊള്ളലുള്ളത്. അങ്ങനെ എല്ലാവർക്കും കാര്യമായി തന്നെ പൊള്ളലുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെയും മകൻ്റെയും പൊള്ളലാണ് ഏറ്റവും ഗുരുതരം. ഇവർ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊള്ളൽ ചികിത്സയിൽ വിദഗ്ധരായ ഡോക്ടർമാർ ഈ രാത്രി തന്നെ പരിശോധിച്ചു. ഇന്ന് രാവിലെയും ഡോക്ടർമാർ ഇവരെ പരിശോധിക്കുന്നുണ്ട്, ആവശ്യമായ മരുന്നുകൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് പരമാവധി ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു.